വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ മുൻജന്മത്തിലെ ഏത് കർമ്മഫലമാണ്, നല്ല കർമ്മ, ഗുഡ് കർമ്മ ഏതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്നത്, അതെന്താണെന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് മുൻജന്മങ്ങളിൽ നെഗറ്റീവ് കർമ്മം മാത്രമല്ല ഉണ്ടാവുക, നമ്മൾ നെഗറ്റീവ് മാത്രമായിരിക്കില്ലല്ലോ ചെയ്തത്. അപ്പോൾ പലരും പറയുമ്പോഴും നമ്മുടെ മുൻജന്മ കർമ്മ അത് ദോഷം പോലെയാണ് പറയാറ്. പക്ഷേ അവിടെ നമ്മൾ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏത് നല്ല കർമ്മമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾ ഇഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ അത് ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. Knight of Wands, Page of Wands, Four of Wands, Ten of Cups, Magician, Queen of Wands, Death, Hermit. ബോട്ടം ഓഫ് ദ ഡെക്ക് ഫോർ ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. പ്ലൂട്ടോ, North Node, Sagittarius, Capricorn. ബോട്ടം ഓഫ് ദ ഡെക്ക് അക്വേറിയസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ഇതിൽ കാണിക്കുന്നത് നിങ്ങളുടെ മുൻജന്മ പുണ്യങ്ങളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അതായത് നമുക്ക് മുൻജന്മ കർമ്മകൾ നെഗറ്റീവായിട്ടുള്ളത് മാത്രമല്ല ഉണ്ടാവുക, നമ്മൾ മുൻജന്മത്തെ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം കൂടി അനുഭവിക്കുന്ന ഒരു ബേർത്ത് ആയിരിക്കും ഈ ബേർത്ത്. അല്ലാതെ മുൻജന്മ കർമ്മ നെഗറ്റീവായിട്ട് അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഒരു ബേർത്ത് എടുത്തിട്ടുള്ളത്. ആ ഒരു ജന്മത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്ത കാര്യവും നമ്മൾ ഈ ഒരു ബേർത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ ചെയ്ത പുണ്യഫലങ്ങളുടെ ഒരു ഗുണം കൂടി ലഭിക്കുന്നത് ഈ ഒരു ബേർത്തിലായിരിക്കും. അപ്പം നിങ്ങളുടെ മുൻജന്മ പുണ്യമാണ് ഇവിടെ നോക്കുന്നത്. അത് കാണിക്കുന്നത് കുറച്ചൊരു, അതായത് ഒരു പെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ബന്ധത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു ബേർത്തിൽ കംപ്ലീറ്റ് ആവാതെ ഈ ഒരു ബേർത്തിലേക്ക് ഇപ്പോൾ റീകണക്റ്റ് ആയിട്ട് വന്ന ഒരു ബന്ധത്തെയാണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് വോൺസും അതുപോലെ 10 ഓഫ് കപ്സും വന്നിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ മജീഷ്യൻ കാർഡ്. അതായത് മറ്റൊരു തലത്തിലുള്ള ഒരു എനർജി ആയിരുന്നു. അത്രയും ടൈം നിങ്ങൾ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് കണക്റ്റ് ആയിട്ടുമുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുമുണ്ട്. പക്ഷെ അത് ഓൺ ആൻഡ് ഓഫ് കോൺടാക്റ്റിലാണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുള്ളത്. ആരെക്കുറിച്ചാണോ നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ ഇമോഷണലി നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നത് ആരാണോ ആ ഒരു വ്യക്തിയായിട്ടൊരു അൺഫിനിഷ്ഡ് കർമ്മയാണ് ഇവിടെ കാണിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ആദ്യം എടുത്ത കാർഡ്സിൽ ആ ഒരു ഇതിനെക്കുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അൺഫിനിഷ്ഡ് കർമ്മ വന്നിട്ടുണ്ട്, അതൊരു ബന്ധത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലാണ്. നിങ്ങൾ ആ വ്യക്തിയായിട്ട് ഒരു ഇമോഷണലി അത്രയും ഡീപ്പായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ കർമ്മയാണ്. അതായത് 2 രീതിയിൽ മുൻജന്മ പുണ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടാനുള്ളൊരു കാരണം പോലും നിങ്ങളുടെ മുൻജന്മ പുണ്യമാണ്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജിയിലുള്ളതാണ്. അതായത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള, എന്തിനേയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത്രയും ഗഡ്സ് ഉള്ള ഒരാളായിട്ടാണ് ആ ഒരു വ്യക്തിയെ കാണിക്കുന്നത്. ഈ ഒരു വ്യക്തിൻ്റെ ഒരു സൈൻ ഞാൻ പറയാനുള്ളൊരു കാരണം ഇവിടെ സയൻസ് വന്നിട്ടുണ്ട്. സയൻസ് വന്നതുകൊണ്ടാണ് പറയുന്നത്. അതായത് മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. അവർക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റും. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ കൂടെ പല ടാലൻറ്റഡ് ആയിട്ടുള്ള, അതായത് പല ടാലൻറ്റും ഉണ്ടാവും. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യമാണ്. ആ വ്യക്തിയായിട്ട് അൺഫിനിഷ്ഡ് കർമ്മയുള്ളത് കൊണ്ടാണ് ഈ ഒരു ബേർത്തിൽ വീണ്ടും റീകണക്റ്റ് ആയിട്ടുള്ളത്.
പക്ഷേ നിങ്ങൾക്ക് കർമ്മപരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും ഡീൽ ചെയ്യാനുള്ളത് കൊണ്ടും നിങ്ങളുടെ സോൾ ഗ്രോത്ത് സംഭവിച്ചിട്ടില്ല. ഇവിടെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അത്രയും ഓൾഡ് സോളാണ്, പഴക്കം ചെന്ന ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സോളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു സോൾ പേർപ്പസ് ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സോൾ പേർപ്പസിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ മെച്ചുവേർഡ് ആവാനുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാരായിരിക്കും. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് ഫസ്റ്റ് കാർഡ്. അതായത് ഓൺ ആൻഡ് ഓഫ് ആണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഭയങ്കര താല്പര്യം, കമ്മിറ്റ്മെൻറ്റ് വേണമെന്നൊക്കെ ഉള്ളിൽ തോന്നുന്നുണ്ടാവും. പക്ഷേ അതേസമയം ഒരു ഫിയർ, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുമോ, അതായത് ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് നിൽക്കുന്നത്. പല ടൈം പല ചിന്തകളാണ് ആ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് മാറാനുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി വരാനുണ്ട്. ഈ സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പുണ്യത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ ആ വ്യക്തി വന്നത് തന്നെ നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കഴിഞ്ഞ ലൈഫിൽ, നിങ്ങളുടെ മുൻ ജന്മത്തിൽ നിങ്ങൾക്ക് സഡൻ ട്രാൻസ്ഫോർമേഷൻ വന്ന, അതായത് പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻ വന്നൊരു വ്യക്തിയാണ്. മീൻസ് നിങ്ങൾ നല്ലൊരു ലൈഫ് ജീവിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്തെങ്കിലും സഡനായിട്ട് സംഭവിച്ചിട്ട് അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ മുതൽ നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പാസ്റ്റ് ലൈഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ ബർത്തിൽ തന്നെ നിങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ സ്പിരിറ്റ് സെൻസും അങ്ങനെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാനുഷിക തലത്തിൽ നിന്നും ആത്മീയ തലത്തിലോട്ടേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ആ ജന്മം ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് സെൻസ് ഈ ഒരു ബർത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല. അത് ഓപ്പൺ ആവാനുണ്ട്. അത് ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ആകുന്നത് നിങ്ങൾക്ക് സ്പിരിച്വലി ഗ്രോത്ത് വരുന്ന സമയത്താണ്. ഇതൊക്കെ നിങ്ങളുടെ പുണ്യത്തിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അല്ലെങ്കിൽ എത്ര ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നാലും നിങ്ങൾക്കത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അതുപോലെ നല്ല മനക്കട്ടിയുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഒരു വിൽ പവർ ഉള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അതായത് സ്പിരിച്വൽ വിസ്ഡം നല്ല രീതിക്ക് തന്നെ ഉള്ള ആൾക്കാരായിട്ടാണ്. അത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു ബർത്തിൽ വരുന്നത്. പക്ഷേ ആ കഴിഞ്ഞ ബർത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ഈ ഒരു ബർത്തിലേക്ക് വന്നില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതായത് സഡൻ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ ലൈഫിൽ നടന്നിട്ട് വന്ന ആൾക്കാരുമാണ്. അവിടെ അൺഫിനിഷ്ഡ് കർമ്മയുണ്ട് ഒരു വ്യക്തിയുമായിട്ട്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് കോണ്ടാക്റ്റ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് വോൺസ്. അതായത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. കോണ്ടാക്റ്റ് ഇല്ല. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മേ ബി അവരത്രയും കുറച്ചൊരു പബ്ലിക്കായിട്ട് അറിയുന്ന വ്യക്തികളായിരിക്കും. ഇവിടെ ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. മീൻസ് അവർ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം അനുഭവിച്ച് അതിൽ നിന്ന് പഠിച്ച വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന അത്രയും ഒരു ഫെമിനൈൻ എനർജി, മദർ എനർജി കൂടിയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത്. ആണായാലും പെണ്ണായാലും മദർ എനർജി നല്ല രീതിക്ക് ഉള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തും ഡീൽ ചെയ്യാൻ പറ്റും. ഒരു അമ്മക്ക് എന്തും ഡീൽ ചെയ്യാൻ പറ്റുമല്ലോ, അതുപോലാണ് അവർക്ക് എന്ത് ലൈഫിൽ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്ത് അവരവരുടേതായിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള, അത് മാത്രമല്ല അവർക്ക് ഒരു സ്പിരിച്വലി ഉയർന്ന വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് നല്ല സ്പിരിച്വൽ പവറും, അവർക്ക് പല കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻറ്റ്യൂഷൻ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു എനർജികൾ അവർക്ക് എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ഒരേ സമയം അവർക്ക് സ്പിരിച്വൽ തലത്തിലും അതേസമയം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിലും എന്ത് വേണമെങ്കിലും അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എനർജിയിലുള്ള ആൾക്കാരാണ് അവർ. അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത് തന്നെ ഇപ്പം നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവർ മേ ബി നിങ്ങളെ ഒന്നും ഡയറക്റ്റ് പഠിപ്പിക്കുന്നുണ്ടാവില്ല, പക്ഷേ അവരുടെ എനർജി നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഇവരിലൂടെയാണ് ബ്രേക്ക് ആവേണ്ടത്. അപ്പം അങ്ങനെ ആദ്യം ബ്രേക്ക് ആയിട്ടുണ്ടാവാം, പക്ഷേ ഇവരിലൂടെയാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സോൾ പേർപ്പസ്, അതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതും നിങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നതും നിങ്ങളറിയാത്ത നിങ്ങളുടെ ഭാഗം ഒക്കെ ഓപ്പൺ ആക്കി തന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അവരുമായിട്ട് നിങ്ങൾക്കിപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും അവരുടെ എനർജി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്, എനർജി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരിൽ സംഭവിക്കുന്ന എനർജി ചേഞ്ചസ് നിങ്ങൾക്കും അനുഭവപ്പെടും. അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട്.
അത് ആദ്യമേ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, സോൾ കണക്റ്റഡ് ആണ്, പക്ഷേ ഈ ഒരു ബർത്തിലും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ചില സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതായത് നന്നായി പോയിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സ്റ്റക്കാകുക, എന്നിട്ട് പിന്നെ കുറച്ച് കാലം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അത് വരാനുള്ളൊരു കാരണം പ്രൊട്ടക്ഷനാണ്. കാരണം നിങ്ങൾ പെട്ടെന്ന് നന്നായി പോകുന്ന ആൾക്കാർ എന്തിലോട്ടേക്കെങ്കിലും എടുത്ത് ചാടി പ്രോബ്ലം ആകണ്ട, അല്ലെങ്കിൽ എന്തിലോട്ടേക്കെങ്കിലും വേണ്ടാത്ത കാര്യത്തിൽ നിങ്ങൾ കണക്റ്റ് ആകാൻ പോകുന്നതെന്ന് തോന്നുന്ന സമയം നിങ്ങൾ സ്റ്റക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നിങ്ങളുടെ കുറവുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടായിട്ടോ ഒന്നുമല്ല, അവിടെ ഒരു പ്രൊട്ടക്ഷനാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 4 ഓഫ് സോഡ്സ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നിങ്ങൾക്കിവിടെ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത് റീബേർത്തിനെ കാണിക്കുന്നതാണ്. അതായത് ഇവിടെ 27 ആണ് പ്ലൂട്ടോയുടെ നമ്പർ, അതായത് 9 ആണ്. 9 എന്ന് പറയുന്നത് കംപ്ലീഷനാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ അന്നേ വരെ നിങ്ങൾ ഉണ്ടായ പോലെ ആയിരിക്കില്ല ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ആവണം, നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫിലെ മുൻജന്മ പുണ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബർത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ജനിച്ചത് അവിടെ ഒരു ഓപ്പണിങ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ട്രിഗർ ചെയ്യണം. അത് നിങ്ങൾക്കിവിടെ 2 റിലേഷൻഷിപ്പാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അന്ന് വരെ എന്തായിരുന്നോ അവിടെ നിന്നും ജസ്റ്റ് ഒരു ഓപ്പണിങ് തന്നൊരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. അതൊരു റീബേർത്താണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഓപ്പണിങ് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട് നോഡിലേക്ക് കണക്റ്റ് ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്ലൂട്ടോന് താഴെ നോട്ട് നോഡ് വന്നിട്ടുള്ളത്. അതായത് ആദ്യം നിങ്ങൾക്ക് ഒരു വ്യക്തി ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ ആ വ്യക്തി ജസ്റ്റ് ഒരു ഓപ്പണിങ് തരാൻ വേണ്ടി, നിങ്ങളെ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷനോ നിങ്ങളുടെ എന്തെങ്കിലും തടസ്സങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്നതായിട്ടും അവിടെ ആ ഒരു ഡോറ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടും കാണിക്കുന്നുണ്ട്. അതാണിവിടെ പ്ലൂട്ടോ വന്നിട്ടുള്ളത്, റീബേർത്തിനെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പണിങ് തന്നു, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി, അതവിടെ എൻഡായി. ഇനി അതിനൊരു തുടക്കമില്ല. ഇനി അതിൽ തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും സ്ട്രഗിളിങ്സ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് കാണിക്കുന്നത്. കാരണം അവിടുന്ന് മുതൽ, അതായത് ഈ പ്ലൂട്ടോന് ശേഷം നിങ്ങൾക്ക് സാജിറ്റേറിയസ് ആണ് വന്നിട്ടുള്ളത്. സാജിറ്റേറിയസ് എന്ന് പറയുമ്പോൾ എക്സ്പാൻഡാണ്. അതായത് സാജിറ്റേറിയസ് എന്ന് പറയുമ്പം അത് ഒരു അഗ്നി രാശിയാണ് വരുന്നത്, ഫയറാണ്. അപ്പോൾ ഈ ഫയർ, അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, നിങ്ങൾ പോലും തിരിച്ചറിയാത്ത ഒരു ഫയർ ഉണ്ട്. ആ ഫയർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു വ്യക്തി മാത്രമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സാജിറ്റേറിയസ് എന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് ഓപ്പൺ ആണ്. കാരണം നിങ്ങളുടെ ഒരു നോട്ട് നോഡ് ഈ ഒരു അഗ്നി രാശി സാജിറ്റേറിയസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇവിടെ അതിന് ശേഷമാണ് നോട്ട് നോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ നോട്ട് നോഡ് അവിടത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഓപ്പണിങ്, ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഒരു ബന്ധം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബന്ധമുണ്ട്, ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്തൊരു ബന്ധമുണ്ട്. ആ ബന്ധം നിങ്ങൾക്ക് പുണ്യാണ്. മുന്നേ ഉള്ളത് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആണ്. അതാണ് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പ്ലൂട്ടോ അത് 1 by 1 ആയിട്ട് വന്നിട്ടുണ്ട്. പ്ലൂട്ടോ സാജിറ്റേറിയസ് നോട്ട് നോഡ്, നിങ്ങൾക്ക് നോട്ട് നോഡിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഓപ്പണിംഗ് തന്ന ഒരു വ്യക്തിയെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കാപ്രിക്കോൺ ആണ്, അതായത് അച്ചീവ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തിലോട്ടേക്കാണോ നിങ്ങൾ കണക്റ്റ് ആവേണ്ടത് അതിലേക്ക് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ആൾ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ മറ്റൊരാളുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്പണിംഗ് ആണ്. അതായത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് വരാനുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിരിക്കും ഓൾറെഡി, പക്ഷേ നിങ്ങൾ ശരിയായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു വേർഷൻ, നിങ്ങളുടെ ലിമിറ്റേഷനും ഒക്കെ മാറിയിട്ട് കണക്റ്റ് ആകാൻ പോകുന്നത് ഈ വ്യക്തിൻ്റെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുമ്പോഴാണ്. അത് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫിസിക്കൽ തലത്തിലുള്ള കോണ്ടാക്റ്റോ ഒന്നുമല്ല, നിങ്ങളുടെ എനർജി വൈസ് കണക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു എനർജി വൈസ് കണക്റ്റ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓപ്പണിംഗ് സംഭവിക്കുന്നുണ്ട്. മീൻസ് അത് ഓപ്പണിംഗ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കണക്റ്റ് ആവേണ്ട ഭാഗത്തേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ കണക്റ്റ് ആവേണ്ട ഭാഗത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൾ നിങ്ങളിലേക്ക് വന്നത്. അത് തന്നെയായിരിക്കാം നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ. കാരണം ഇവിടെ 4 of Wandsഉം 10 of Cupsഉം വന്നിട്ടുണ്ട്. എനിക്കറിയില്ല, ഇതിൽ കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് വരുന്നത്. ഞാൻ നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യമാണ് നോക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മ പുണ്യത്തിൽ മെയിനായിട്ട് എനിക്കിവിടെ ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റർ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ചേരേണ്ട ആൾക്കാരും അവരുമായിട്ടായിരിക്കാം നിങ്ങൾക്ക് സോൾ പർപ്പസോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ തലത്തിലോട്ടേക്ക് നിങ്ങൾ കടക്കേണ്ടത് ആ വ്യക്തിയിലൂടെ ആയിരിക്കും. ആ വ്യക്തിൻ്റെ ഒരു എനർജി സപ്പോർട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും.
അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ അക്വേറിയസ് വന്നിട്ടുണ്ട്, കൊളാബറേറ്റ് ആണ്. അതായത് അവരുമായിട്ട് ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സോൾ പർപ്പസ് തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് സ്പിരിച്വൽ ഗ്രോത്ത് വരേണ്ട ആൾക്കാരാണ്. നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സ്പിരിച്വൽ ഗ്രോത്ത് വരേണ്ടതാണ്. ഈ ഒരു റീഡിങ് കേട്ടിട്ട് തെറ്റായ ഒരു വ്യക്തിയിൽ പോയി കണക്റ്റ് ആവാതിരിക്കുക. കാരണം ഇവിടെ കംപ്ലീറ്റ് റിലേഷൻഷിപ്പാണ് വരുന്നത്. മറ്റൊരു വ്യക്തിയും നിങ്ങളും ഒരുമിച്ച് ചേർന്ന് സ്പിരിച്വൽ ഗ്രോത്ത്, ആ വ്യക്തിൻ്റെ ഒരു എനർജി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരൂ. നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾ കണക്റ്റ് ആവേണ്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എനർജി സപ്പോർട്ട് വേണം. ആ ഒരു സപ്പോർട്ടിന് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് കേട്ട് വേണ്ടാത്ത നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ പോയിട്ട് കണക്റ്റ് ആവാതിരിക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ ഒരു വ്യക്തി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോട്ട് നോഡ് വരാനുള്ളൊരു കാരണം തന്നെ, നോട്ട് നോഡ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനിയാണ്, ഫ്യൂച്ചറാണ്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വന്നത് പാർട്ട്ണർഷിപ്പാണ്, കൊളാബറേഷനാണ് കാണിക്കുന്നത്. അക്വേറിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്പിരിച്വലി ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇഷ്യൂസ്, കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങളുടെ ലിമിറ്റേഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ടൊരിക്കലും പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു പുണ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. മീൻസ് നിങ്ങൾ എന്തൊക്കെ മുൻജന്മത്തിൽ പുണ്യം ചെയ്തിട്ടുണ്ടോ അതിലോട്ടേക്ക് ഈ സമയത്ത് നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഫുൾ ഒരു പവർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളെ കൊണ്ട് പറ്റില്ല, ചില സമയം നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കും, ചില സമയം നിങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ളൊരു മടിയായിരിക്കും. എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യത്തിന് നിങ്ങൾ എപ്പോഴാണോ മുന്നിട്ടിറങ്ങുന്നത് ആ സമയം മുതലാണ് ആ ഒരു പുണ്യത്തിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സമയം അതിൻ്റെ തുടക്കമാണ്. മുൻജന്മ കർമ്മയിൽ നെഗറ്റീവായിട്ടുള്ള കർമ്മയുണ്ടാവും, പോസിറ്റീവായിട്ടുള്ളൊരു കർമ്മയുണ്ടാവും. ഈ സമയത്ത് പോസിറ്റീവായിട്ടുള്ള കർമ്മ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വരുന്നത്, ബന്ധത്തിലാണ് വരുന്നത്. അത് ചില സമയം കുറച്ച് കഴിഞ്ഞാൽ അത് മാറിയിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും വരിക. മീൻസ് നിങ്ങൾക്ക് ആ ഒരു ഫുൾ പവറിലോട്ടേക്ക് നിങ്ങൾ എന്തൊക്കെ മുൻജന്മത്തിൽ സ്പിരിച്വൽ ഗ്രോത്ത് നേടിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ബർത്തിൽ നിങ്ങൾ എന്താണോ ഫുൾഫിൽ ആയിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം റിലേഷൻഷിപ്പിലൂടെ അത് കണക്റ്റ് ആവേണ്ടത് ഒരു വ്യക്തിൻ്റെ എനർജിയിലൂടെ, ആ ഒരു വ്യക്തിൻ്റെ എനർജിയിലൂടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെയാണ് നിങ്ങളത് കണക്റ്റ് ആവേണ്ടത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ചില സമയം നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആയിരിക്കും വരിക. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിൻ്റെ എനർജിയിലൂടെയാണ് അതിലോട്ടേക്ക് കണക്റ്റ് ആവുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എനർജിയുമായിട്ട് അലൈൻമെൻറ്റ് വരാൻ തുടങ്ങും. അപ്പം അങ്ങനെ അലൈൻഡ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പുണ്യത്തിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റൂ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു ബർത്ത് എടുത്ത് നിങ്ങളുടെ നിയോഗം എന്താണോ അതിലോട്ടേക്കൊക്കെ കണക്റ്റ് ആവാനുള്ളൊരു ടേണിംഗ് പോയിൻ്റാണ് ഈ ഒരു സമയം. അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. റീസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.